നമസ്കാരം. സിപ്ട്രോൺ ടെക്നോളജിയിലൂടെ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ വിപ്ലവം കൊണ്ടുവന്നു. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതായത് അവരുടെ ടിഗോർ എന്ന് പറയുന്നൊരു വാഹനത്തിലാണ് ആദ്യമായിട്ട് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. അതിനുശേഷം കാലം മാറി ഇപ്പോൾ നിരവധി വാഹന നിർമ്മാതാക്കൾ ഇലക്ട്രിക് കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് കടുത്ത വെല്ലുവിളി വരുന്നത് MG മോട്ടോഴ്സിൽ നിന്നും, അത് മാത്രമല്ല മഹീന്ദ്രയിൽ നിന്നാണ്. മഹീന്ദ്രയിൽ നിന്ന് വന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും XUV 400 നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള BE6 ആണെന്നുണ്ടെങ്കിലും XEV 9e ആണെന്നുണ്ടെങ്കിലും വേറെ ഒരു ലെവലിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് നല്ല രീതിക്കുള്ള കോമ്പറ്റീഷൻ ലഭിക്കുന്നുണ്ട്. മാരുതി സുസുക്കി EWX എന്ന് പറയുന്ന ഇലക്ട്രിക് കാറുമായിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ E4 ഇലക്ട്രിക് W4 വാഗണാർ എന്നുള്ള രീതിക്ക് വാഗണാറിൻ്റെ ഒരു ഇലക്ട്രിക് പതിപ്പുമായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും, അത് ഉറപ്പാണ്. ആ ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ പഞ്ചിനും അതുപോലെ തന്നെ ടിയാഗോ EVക്കൊക്കെ കടുത്ത വെല്ലുവിളിയായിരിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ പ്രീമിയം SUV ആയിട്ടുള്ള ഹാരിയർ 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആകാൻ പോവുകയാണ്. ഡ്യുവൽ മോട്ടോർ സെറ്റപ്പിൽ വരാൻ പോവുകയാണ്. ഇത് ഇലക്ട്രിക് വേർഷനാണ്. 500 കിലോമീറ്റർ മിനിമം ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള റേഞ്ച് ലഭിക്കുന്ന ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും 25 ലക്ഷം മുതൽ 30 ലക്ഷത്തിനുള്ളിലായിരിക്കും അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ ടാറ്റ ഹാരിയർ EVയെ കുറിച്ചിട്ടാണ്. ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2025 ജൂൺ 3-ാം തീയതിയാണ്. തീർച്ചയായിട്ടും കാര്യങ്ങൾ എളുപ്പമല്ല. കാരണം BE6 XEV 9e എന്ന വളരെ മികച്ച ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളുമായിട്ട് ആൽഫ ആർക്കിടെക്ചറിനെ ഹൈലി റീസ്ട്രക്ചർ ചെയ്തിട്ട് Active.EV പ്ലാറ്റ്ഫോം എന്നുള്ള രീതിക്ക് ജനറേഷൻ 2 പ്ലാറ്റ്ഫോം എന്നുള്ള രീതിക്ക് വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ടാറ്റയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല. കാരണം മഹീന്ദ്രയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ മികച്ച വാഹനങ്ങളാണ്. പ്യുവർ ഇൻഗ്ലോബ് പ്ലാറ്റ്ഫോം, അതായത് ഒരു ഗ്ലോബൽ ലെവലിൽ വരുന്ന ഇന്ത്യ ഗ്ലോബൽ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിക്ക് വരുന്ന ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ് അവിടെ വരുന്നത്. അത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MGയുടെ വാഹനങ്ങൾ, അത് സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരുപാട് ബൗജിങ്, അത് മാത്രമല്ല വൂളിങ്, ഇങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ വാഹനങ്ങൾ ഡയറക്റ്റായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ വിൽക്കുന്നുണ്ട്. നല്ല രീതിക്ക് കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Active.EV പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ ഒരു വാഹനം എത്ര കണ്ട് MGക്കും അത് മാത്രമല്ല മഹീന്ദ്രയ്ക്കും കോമ്പറ്റീഷൻ കൊടുക്കും എന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് വാഹനം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്ലാറ്റ്ഫോം എന്താണ്, അതിനകത്തെ ബാറ്ററിയിലെ കെമിസ്ട്രി എന്താണ്, ഏതുതരം മെക്കാനിക്സം ആണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ മോട്ടോർ സെറ്റപ്പ് എത്രയാണ്, അതുമാത്രമല്ല വാഹനത്തിൻ്റെ ചാർജിങ് ടൈം, ഒറ്റ സിംഗിൾ ചാർജിൽ എത്ര കിലോമീറ്റർ ആക്ച്വൽ റേഞ്ച് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. പ്രധാനമായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൽഫ ആർക്കിടെക്ചറിനെ അല്ലെങ്കിൽ ആൽഫ പ്ലാറ്റ്ഫോമിനെ കംപ്ലീറ്റ് ആയിട്ട് റീസ്ട്രക്ചർ ചെയ്തിട്ട് ഏകദേശം 350 മുതൽ 630 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി. അതിലാദ്യം വന്ന വാഹനം എന്ന് പറയുന്നത് പഞ്ചാണ്. അപ്പോൾ പഞ്ച് EVക്ക് ശേഷം പിന്നീട് കർവ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന വാഹനങ്ങളൊക്കെ ഈ പറയുന്ന Active.EV പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഈ വാഹനം Harrier.EV എന്ന് പറയുന്ന വാഹനവും Active.EV പ്ലാറ്റ്ഫോമിലാണ് വരാൻ പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മഹീന്ദ്രയുടെ ഇൻഗ്ലോ പ്ലാറ്റ്ഫോമും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇൻഗ്ലോ പ്ലാറ്റ്ഫോം ഒരു പടി മുന്നിൽ നിൽക്കുന്നു. കാരണം ആക്ച്വൽ റേഞ്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രിസൈസ് ആയിരിക്കും ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൽ. കാരണം അതൊരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ്. ഇനി വരാൻ പോകുന്ന അവിന്യയിലാണ് ടാറ്റയുടെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം വരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ഇൻറ്റേർണലി നടത്തുന്ന ഒരു C75 റേഞ്ച് ടെസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈക്കിള്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 500 കിലോമീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും പ്രാക്ടിക്കലി അത്രയും റേഞ്ച് ലഭിക്കും, അത് ഉറപ്പാണ്. അത് അവർ കൺഫേം ചെയ്യുന്ന കാര്യമാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അവർ ആക്ച്വൽ എത്ര റേഞ്ച് ലഭിക്കും എന്നുള്ളത് കൂടി അവർ പറയാറുണ്ട്. അത് മാത്രമല്ല ഡ്യുവൽ മോട്ടോർ സെറ്റപ്പിലാണ് ഈ ഒരു വാഹനം വരുന്നത്. സഫാരി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വാഹനത്തിൻ്റെ ടാറ്റയുടെ ഹാരിയർ ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല സഫാരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും
എന്തുകൊണ്ട് ഇത്തരം വാഹനങ്ങൾക്ക് ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. നമുക്കറിയാം ഈ വാഹനങ്ങളൊക്കെ ലാഡർ ഓൺ ഫ്രെയിം അല്ല, മോണോകോക്ക് ഷാസിയിലാണ് വരുന്നത്. പ്രധാനമായിട്ടും ഇപ്പം ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കാര്യങ്ങൾ ഈസിയാണ്. ഇത്തരം ഡ്യുവൽ മോട്ടോർ സെറ്റപ്പ് ഒക്കെ കൊടുക്കാനായിട്ട് ഈസിയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഡ്യുവൽ മോട്ടോർ സെറ്റപ്പിലാണ് വരുന്നത്. അതിൻ്റെ മറ്റൊരു രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വാഹനമായിരിക്കും ഈ ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത്. ബാറ്ററി എന്തായാലും LFP ബാറ്ററി തന്നെയായിരിക്കും, ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ്. അതുമാത്രമല്ല പ്രിസ്മാറ്റിക് സെൽസ് ആണ്. അതൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അതായത് ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും വെഹിക്കിൾ ടു വെഹിക്കിൾ, വെഹിക്കിൾ ടു ലോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. ബാറ്ററി കപ്പാസിറ്റി എത്രയാണ് അല്ലെങ്കിൽ മോട്ടറിൻ്റെ പവർ എത്രയാണ് എന്നൊന്നും ഇപ്പോൾ കമ്പനി പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ പോലും 2 തരം ബാറ്ററി കപ്പാസിറ്റിയിൽ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും. അതിന് യാതൊരുവിധ ക്വസ്റ്റനും ഇല്ല. കാരണം ഇനി വരാൻ പോകുന്ന വാഹനങ്ങളിലൊക്കെ ഈ 2 തരം റേഞ്ചിൽ അല്ലെങ്കിൽ മിഡ് റേഞ്ച്, അത് മാത്രമല്ല ലോങ് റേഞ്ച് എന്നുള്ള രീതിക്കുള്ള വാഹനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതൊരു ഓപ്ഷനാണ് കസ്റ്റമേഴ്സിന്. ഇനി പ്രാക്ടിക്കലി 500 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കർവിൽ നിലവിലുള്ള 55 kWh ബാറ്ററി പാക്കിന് മുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും 55 kWh ബാറ്ററി പാക്കിൻ്റെ ഒരു മോഡൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു മിഡ് റേഞ്ച് എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും കമ്പനി വിപണിയിലേക്ക് കൊണ്ടുവരും. ഇനി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം എന്ന് ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു വാഹനം ജൂൺ 3-ാം തീയതിയാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യവുമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മസ്കുലാർ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കും, അതുമാത്രമല്ല മഹീന്ദ്രയോട് എത്രത്തോളം ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്ത് നിൽക്കും എന്ന് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം മഹീന്ദ്രയുടെ വാഹനങ്ങൾ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും എന്താണോ കോൺസെപ്റ്റ് അത് തന്നെയാണ് റിയലായിട്ട് അവർ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ BE6 ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷീറ്റ് മെറ്റലൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു വാഹനം എന്താണോ കോൺസെപ്റ്റ് കാണിച്ചത് അതിനെ റിയലായിട്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഷീറ്റ് മെറ്റലിൻ്റെ അതിൻ്റെ ആ കർവും അതുപോലെ തന്നെ അതിൻ്റെ ആ മോൾഡ് ആ രീതിയിൽ കൊണ്ടുവരാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെല്ലാം അവർ സാധിച്ചെടുക്കും. പക്ഷേ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ഇപ്പോൾ നെക്സോൺ ആണെന്നുണ്ടെങ്കിലും കർവ് ആണെന്നുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന ഹാരിയർ ആണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ പഞ്ചാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ട്രൈ ആരോ ഡിസൈൻ എല്ലാം മാറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതൊരു ടാറ്റയുടെ വാഹനമാണെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. 18 ഇഞ്ചിൻ്റെ വീൽസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. 17 ഇഞ്ചിൻ്റെയും ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും വരും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഓൾ ടുഗദർ ഒരു പാക്കേജ് ആണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇറങ്ങിയതിന് ശേഷം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പം BE6 ആണെന്നുണ്ടെങ്കിലും XEV9e ആണെന്നുണ്ടെങ്കിലും നമ്മളെ വിസ്മയിപ്പിച്ച 2 വാഹനങ്ങളാണ്. തീർച്ചയായിട്ടും മഹീന്ദ്രയിൽ നിന്നും നമ്മൾ അത്തരത്തിലൊരു വാഹനം പ്രതീക്ഷിച്ചില്ല. അത് യഥാർത്ഥത്തിൽ ടാറ്റയ്ക്ക് വലിയൊരു അടിയായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ജൂൺ 3-ാം തീയതി ഈ ഒരു വാഹനം അൺവീൽ ചെയ്യാൻ പോവുകയാണ്. അത് മാത്രമല്ല ടാറ്റ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണ് അല്ലെങ്കിൽ മോട്ടറിൻ്റെ പവർ എത്രയാണ് അതൊന്നും ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല ഈ ടർബൈൻ ബ്ലേഡ് വീൽസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ആ വീലുകൾ എത്ര ഇഞ്ച് വരും എന്നുള്ള കാര്യവും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 17 മുതൽ 19 ഇഞ്ചിൻ്റെ വരെ വീലുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും 19 ഇഞ്ച് ലഭിക്കുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. 18 തീർച്ചയായിട്ടും ലഭിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വരട്ടെ. ഈ ഒരു വാഹനം എന്തായാലും .EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിലായിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വന്നതിന് ശേഷം അതിനെ വിലയിരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ഇലക്ട്രിക് കാറുകൾ വാങ്ങുക. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.